Hi dear students, welcome to EduPod മക്കളെ. നമ്മുടെ ചാപ്റ്റർ 4, 5, 6ൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചാപ്റ്റർ 1, 2, 3 കണ്ടിട്ടുണ്ടാവും എല്ലാവരും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് ഏതാ? സെക്കൻഡ് പാർട്ട് 4, 5, 6 കേട്ടോ. ചാപ്റ്റർ നമ്പർ 4 പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ചാപ്റ്റർ നമ്പർ 5 വളരെ സിമ്പിളാണ്. ടോക്കൺസ് ഒക്കെ ഉള്ള ചാപ്റ്റർ നമ്പർ 5 ഇൻട്രൊഡക്ഷൻ ടു C++ ആണ്. ചാപ്റ്റർ 6 നല്ല രസമായിട്ടുള്ള പ്രോഗ്രാമിങ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ് അല്ലേ. ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് നോക്കി നോക്കാം. ചാപ്റ്റർ നമ്പർ 4 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പിടിച്ചോ, വൺ വേർഡ് ആ സെറ്റായിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഡ്രോ ദി ഫ്ലോ ചാർട്ട് സിമ്പിൾ ദാറ്റ് ഹാസ് വൺ എൻട്രി ആൻഡ് 2 എക്സിറ്റ് ആണ്. ഒരു ഇന്നും 2 ഔട്ടുള്ള സാധനം ഏത് മാത്രമേ ഉള്ളൂ? ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്താടാ? ഡിസിഷനാണ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? റോംബസ് സിമ്പിളാണ് അല്ലേ. റോംബസ് ആണ്. റോംബസ് എന്ന് പറയുമ്പം ഏതാ? ഡയമണ്ട് ഷേപ്പ്. ഒരു ഇന്നും 2 എക്സിറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ റോംബസ് സിമ്പിൾ യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട്? അതാണ് ഡിസിഷൻ. ഇതിൻ്റെ ആൻസറാണ് ഡിസിഷൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്നാ പിടിച്ചോ, ഇൻ എ ഫ്ലോ ചാർട്ട് ദ സിമ്പിൾ യൂസ്ഡ് ഫോർ പ്രോസസ്സിങ്. അപ്പോൾ ഫ്ലോ ചാർട്ടിൻ്റെ സിമ്പിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തോ, ഒരു ഡൗട്ടും അടിക്കണ്ട അല്ലേ. ദ സിമ്പിൾ യൂസ്ഡ് ഇൻ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് റെക്റ്റാങ്കിൾ ഷേപ്പ്. റെക്റ്റാങ്കിൾ അല്ലേ. സോ ആ ടാസ്ക് അവിടെ കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് കണ്ടെത്തുക ആൻഡ് കറക്റ്റിംഗ് ഇറേസ് കണ്ടെത്തുന്ന സ്റ്റേജിനെ പറയുന്ന പേരാണ് ഡിബഗ്ഗിങ്. ബഗ് എന്ന് പറയും. എന്താടാ? ബഗ്സ്. അപ്പോൾ ഡീബഗ് ശരിയല്ലേ. എന്നാ പിടിച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് ദ കമ്പോണൻസ് ഇൻ ദ ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ ടു ദയർ ഒക്കറൻസ്. എന്താ? നമ്മൾ ഫേസസ് ഓഫ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അറിയുന്നവരുണ്ടാവും. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്, പ്രോഗ്രാം കോഡിംഗ്, ട്രാൻസ്ലേഷൻ, ഡിബഗ്ഗിങ്, എക്സിക്യൂഷൻ, ഡോക്യുമെൻറ്റേഷൻ. അത് ഷഫിൾ ചെയ്ത് തന്നതാണ്. അപ്പോൾ ആദ്യം ഏതാ? ട്രാൻസ്ലേഷൻ ആണോ, ഡോക്യുമെൻറ്റേഷൻ ആണോ, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ ആണോ? സോ ദ ആൻസർ ഈസ് ഫസ്റ്റ്. ഓർഡറാക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് C ആണ്. പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം കോഡിംഗ് ആണ്. അപ്പോൾ D ആണ്. CD ഓർഡർ നോക്ക്. അതിന് ശേഷം ട്രാൻസ്ലേഷൻ തന്നതിനെ ഓർഡറാക്കിയാൽ മതി. A ട്രാൻസ്ലേഷൻ, ദെൻ ഡോക്യുമെൻറ്റേഷൻ, ഫൈനലാണ് ഡോക്യുമെൻറ്റേഷൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഡിബഗ്ഗിങ്. ഈ ഡിബഗ്ഗിങ് ഓർത്ത് വെച്ചോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഡിബഗ്. ബഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റക്റ്റ് ആണ്. പ്രോസസ് ഓഫ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ് ഈസ് കോൾഡ് ഡിബഗ്ഗിങ്. പ്രോസസ് ഓഫ് കറക്റ്റിംഗ് ആൻഡ് ഡിറ്റക്റ്റിംഗ് എറേഴ്സ്, എറർ കണ്ടെത്തുക, ഡിറ്റക്റ്റിംഗ് എറേഴ്സ് ഈസ് കോൾഡ് ഡിബഗ്ഗിങ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് എറർ? 3 ടൈപ്പ് എറർ ഉണ്ട് അല്ലേ. ഏതൊക്കെ 3 ടൈപ്പ് എറർ? ടൈപ്സ് ഓഫ് എറർ 3 ഏതൊക്കെ 3? സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ ആൻഡ് ഫൈനലി റൺ ടൈം എറർ. സിൻടാക്സ്, ലോജിക്കലി, റൺ ടൈം എറർ. സെറ്റ് അല്ലേ. എന്നാൽ പോവാം. തേർഡ് വൺ, എക്സ്പ്ലെയിൻ എനി 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് എറേഴ്സ്. വീണ്ടും ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചത്. സിൻടാക്സ് എറർ. എപ്പോഴാണ് സിൻടാക്സ് എറർ വരിക? സിൻടാക്സ് എറർ എന്നാൽ ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്കാണ്. ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ലോജിക് ആണോ? അല്ല, ഡ്യൂ ടു വയലേഷൻ ഓഫ് റൂൾസ് ആണ്. റൂള് വയലേറ്റ് ചെയ്യുക, വയലേഷൻ ഓഫ് റൂളാണ്. റൂള് വയലേറ്റ് ചെയ്യുമ്പം എന്താ വരിക? എക്സാമ്പിൾ ഈസ് മിസ്സിങ് ഓഫ് സെമിക്കോളൻ. എല്ലാ പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ, ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനത്തിൽ ആരിടണം? സെമിക്കോളൻ ഇടണം. അത് സെമിക്കോളൻ ഇടാൻ മറന്നു പോയാൽ മിസ്സിങ് ഓഫ് സെമിക്കോളൻ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സിൻടാക്സ് എറർ. ദ സെക്കൻഡ് വൺ ഈസ് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയിൽ വരുന്ന എററാണ്. ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് ലോജിക്. ലോജിക്കിൽ വരുന്ന മിസ്റ്റേക്കാണ്. അല്ലേ. അപ്പോൾ എക്സാമ്പിൾ എന്താ പറയുക? മിസ്സിങ് ഓഫ് എന്താ? നമുക്ക് എന്ത് എഴുതാം? ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാമിൽ അറിയാതെങ്ങാനോ അല്ലേ, ഇൻ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ സെറ്റ് 0 ആസ് ദ ഇനീഷ്യൽ വാല്യൂ. ഇപ്പോൾ ഫാക്ടോറിയലിൻ്റെ പ്രോഗ്രാമിൽ 0 കൊടുത്താൽ എന്താ വരിക? കംപ്ലീറ്റ് വാല്യൂ എന്തായി മാറും? 0 ആയി മാറും. യെസ്. നെക്സ്റ്റ്, ഡ്രോ എ നീറ്റ് ഫ്ലോ ചാർട്ട്.
ഫ്ലോ ചാർട്ട് വരക്കാനാണ് ചോദിച്ചത്. ടു പ്രിന്റ് ദ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഈ ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചൂസ് ചെയ്യാൻ തന്നെ കാരണം പ്രിൻ്റ് ചെയ്യാൻ 1 to n എങ്ങനെയാണോ പ്രിൻ്റ് ചെയ്യുക അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതി. ഫ്ലോ ചാർട്ട് വരക്കാനാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് വേണം. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 1 എന്നാണ്. അപ്പോൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ a ഈസ് ഈക്വൽ ടു 1 ഇടാം. നമുക്ക് എത്ര വരെ പോകണം? n കിട്ടണം അല്ലേ? n വരെയാണ് പോവേണ്ടത്. സോ ഇൻപുട്സ് n നമ്പർ കിട്ടണം. സോ ഇൻപുട്സ് n കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ആ കിട്ടിയ എൻ്റെ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ എന്താ? അല്ല, പ്രിൻ്റ് ചെയ്യാനല്ലല്ലോ നമ്മൾ ചോദിച്ചേ, സമ്മിൻ്റെ പ്രോഗ്രാം അല്ലേ. അപ്പോൾ സം എന്നുള്ള ഒരു വേരിയബിളും ക്രിയേറ്റ് ചെയ്യാം. സം ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മളിങ്ങനെ കിട്ടിയ വാല്യൂ ഇങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യൽ എങ്ങനെ? സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ ആഡ് ചെയ്തു. അപ്പോൾ എൻ്റെ വാല്യൂ ആദ്യം 1 ആണ്, ആഡ് ചെയ്തു. ഇനി a 2 ആവണം. സോ a ഈസ് ഈക്വൽ ടു a പ്ലസ് 1. ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. എത്ര വരെ? ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആവുന്ന വരെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ആഡ് ചെയ്യണം. ഒക്കെ കഴിഞ്ഞു. അയ്യോ, പേജ് വലുപ്പം കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ കണക്ടർ കൊടുക്കുക അല്ലേ. അപ്പോൾ കണക്ടർ എമ്മിൻ്റെ ബാക്കി. ഇതാണ് കണക്ടറിൻ്റെ യൂസേജ് കേട്ടോ. പേജ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിമ്പിൾ കൊടുക്കാം, അത് എമ്മിലേക്ക് കൊടുത്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? എനിക്ക് ആൻസറൊക്കെ കിട്ടി. ആൻസർ ഞാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് സമ്മ് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് സം. ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റോപ്പ്. ദിസ് ഈസ് ഫ്ലോ ചാർട്ട്. സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്സ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്സ്. എത്ര നമ്പേഴ്സാണ്? 3 നമ്പേഴ്സ് വേണം. a, b, c. സം ഫൈൻഡ് ചെയ്യണം. സം ഈസ് ഈക്വൽ ടു സം എങ്ങനെ കാണാം? a പ്ലസ് b പ്ലസ് c. ഫോർത്ത് സ്റ്റെപ്പ് ആവറേജ് ഫൈൻഡ് ചെയ്യണം. ആവറേജ് ഈക്വൽ ടു സം ബൈ 3, സം ഡിവൈഡ് ബൈ 3. ഫിഫ്ത്ത് സ്റ്റെപ്പ് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. എന്തൊക്കെ പ്രിൻ്റ് ചെയ്യുക? സമ്മും പ്രിൻ്റ് ചെയ്യണം, അതേപോലെ ആവറേജും പ്രിൻ്റ് ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റോപ്പ്. ടാസ്ക് ഈസ് ഓവർ. ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ്. യെസ്, ചാപ്റ്റർ 4 കഴിഞ്ഞു. ചാപ്റ്റർ 5 നിങ്ങൾ പഠിക്കേണ്ടത് വെറും 2 ടോപ്പിക്കാണ്. ഫസ്റ്റ് ടോപ്പിക് ഈസ് ക്യാരക്ടർ സെറ്റാണ്. ക്യാരക്ടർ സെറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ടോപ്പിക്ക് ടോക്കൺ ആണ്. എന്തൊക്കെ ടോക്കണിലുണ്ടാവുക? ടോക്കണിലുള്ള 5 എലമെൻറ്റ്സ്: കീവേഡ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ. കഴിഞ്ഞു. പൊളിക്ക്. യെസ്, അതാണ് ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ C++ പ്രോഗ്രാം ഈസ് എന്താടാ? ടോക്കൺ. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ടോക്കണാണ്. ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക്, അല്ലെങ്കിൽ ബേസിക് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. പ്രോഗ്രാമിൻ്റെ ബേസിക് യൂണിറ്റ്സ് ആണ്. ഫൈൻഡ് ഔട്ട് ദ ഐഡൻറ്റിഫയേഴ്സ്. ഇതിലേതൊക്കെയാണ്? ഫൈൻഡ് ഔട്ട് ദ ഐഡൻറ്റിഫയേഴ്സ് ഫ്രം ദ ഫോളോയിങ്. ഐഡൻറ്റിഫയറിന് ഒരുപാട് റൂൾസുകളുണ്ട്. സ്പേസ് പാടില്ല, സിമ്പിൾ പാടില്ല, സ്റ്റാർട്ടിങ് വിത്ത് ഡിജിറ്റ് പാടില്ല, കീവേഡ്സ് ആർ നോട്ട് അലൗഡ്, അങ്ങനെ ഒരുപാടുണ്ട്. 9AB നോട്ട് അലൗഡ് ആണ്. കാരണം സ്റ്റാർട്ട് ചെയ്ത് 9 മേലാണ്. അങ്ങനെ ഇടുമ്പോൾ പിന്നീട് കിട്ടുമ്പോൾ പ്രശ്നം വരും അല്ലേ. 9 പോസിബിൾ അല്ല. ABC അലൗഡ് ആണ്. ഇത് പക്കയാണ്, ഒരു പ്രശ്നമില്ല. അപ്പം ഫൈൻഡ് ഔട്ട് ദ ഐഡൻറ്റിഫയർ ആ ചോദിച്ച്. അപ്പോൾ ആൻസർ ഈസ് ABC. 4 പോസിബിൾ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ കീവേഡ്സ്. _XYZ ഇറ്റ് ഈസ് അലൗഡ് ആണ്. അപ്പോൾ 2 മാത്രമേ ഉള്ളൂ ഇതിന് ആൻസർ കേട്ടോ. ക്ലിയർ അല്ല? എന്നാൽ പോവാം. മൂന്നാമത് ലേബൽ ഇൻ C++ൽ ഒരു നെയിം കൊടുക്കൽ ആരാ? കീവേഡാണോ? അല്ല, കീവേഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഓപ്പറേറ്റർ ആണോ? പ്ലസ് മൈനസ്, അതൊക്കെ ഓൾറെഡി സെറ്റാ. ഫംഗ്ഷൻ ആണോ? അതുമല്ല. സോ ദ ആൻസർ ഈസ് ഐഡൻറ്റിഫയർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് C++ ക്യാരക്ടർ സെറ്റ്. C++ൻ്റെ ക്യാരക്ടർ സെറ്റ് ആരൊക്കെ ഉണ്ടാവുക? ലെറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. ലെറ്റേഴ്സ് ഉണ്ടാവും. ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ടാവുക? കീബോർഡ് സപ്പോർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് A മുതൽ Z വരെ, സ്മോൾ ലെറ്റർ A മുതൽ Z വരെ. ദെൻ ഡിജിറ്റ്സ് ഉണ്ടാവും. ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 9 വരെ. തേർഡ് വൺ ഈസ് സിമ്പിൾസ് ഉണ്ടാവും. ഏതൊക്കെ സിമ്പിൾസ്? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം പ്ലസ്, മൈനസ്, ഇൻറ്റു, ബൈ, ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് എല്ലാം. സ്പെഷ്യൽ വൈറ്റ് സ്പേസസ് ഉണ്ടാവും. വൈറ്റ് സ്പേസസ് എന്നാൽ ടൈപ്പ് ചെയ്താൽ ഒരു ഫീലിംഗും ഇല്ലാത്ത എലമെൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് വൈറ്റ് സ്പേസസ്. ഷിഫ്റ്റ്, കൺട്രോള്, ഓൾട്ട്, സ്പേസ്, എൻ്റർ, ഈ തുടങ്ങിയ എലമെൻറ്റിനെ പറഞ്ഞ പേരാണ് വൈറ്റ് സ്പേസസ്. പോവാ. നെക്സ്റ്റ്. ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ടോക്കൺസ് ഇൻ ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യനാണ്. ഇൻറ്റ് A = 29 എന്ന് പറഞ്ഞിട്ട് സെമിക്കോളൻ.
ഇതിനെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരിക? ആദ്യം ഇൻറ്റിനെ പിടിക്കാം. ഇൻറ്റ് ഈസ് എ കീവേഡാണ്. ഇൻറ്റ് ഈസ് എ കീവേഡ്. എ എന്ന് പറഞ്ഞാൽ ആരാ? ഈസ് എൻ ഐഡൻറ്റിഫയർ ആണ്. എന്താടാ? ഐഡൻറ്റിഫയർ. ദെൻ ഈക്വൽ ടു മീൻസ് ഇറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ ആണ്. അടുത്ത ടേം ഏതാ? 29 ഈസ് എ ലിറ്ററൽസ് ആണ്. എന്താടാ? ലിറ്ററൽസ് ആണ്, കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഫൈനലി സെമിക്കോളം ഈസ് എ പങ്ക്ച്വേറ്റർ. ഈ എക്സാമ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്താടാ? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എല്ലാവരും വന്നാണ്. കീവേഡ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ എല്ലാവരും വന്നാണ്. ദാറ്റ് ഈസ് കോൾഡ് എന്താ? ടോക്കൺ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താ? ഫ്ലോട്ട് ആൻഡ് ഫ്ലോട്ട്. ആഹാ, ഫ്ലോട്ട് എന്ന് തന്നിട്ടുണ്ട്, അതേപോലെ ഡബിൾ കോട്ടിൽ ഫ്ലോട്ട് തന്നാണ്. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം എന്താ? സിമ്പിളാണ്. വെറും ഫ്ലോട്ട് എന്ന് തന്നാൽ സ്മോൾ ലെറ്ററുമാണെങ്കിൽ ദിസ് ഈസ് കീവേഡ്സ്. എന്നാൽ ഡബിൾ കോട്ടിൽ ഫ്ലോട്ട് തന്നാൽ ഡബിൾ കോട്ടാണ്, ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ് ഈസ് എ സ്ട്രിങ് ലിറ്ററലാണ്. അതെന്താ ഞാൻ ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞത്? ക്യാപിറ്റൽ ഫ്ലോട്ട് ആണെങ്കിൽ ഇറ്റ്സ് എൻ ഐഡൻറ്റിഫയർ ആണ്. അത് വെറൈറ്റി സാധനമാണ് കേട്ടോ. ഇതാണ് നമ്മളെ ചോദ്യം. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഇതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഇങ്ങനെയാണെങ്കിൽ ഒരാൾ ക്യാപിറ്റൽ ആയാൽ ഒന്നും നോക്കണ്ട, ഇറ്റ് ബിലോങ്സ് ടു ഐഡൻറ്റിഫയർ ആണ്. അതായത് കീവേഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് സ്മോൾ ലെറ്ററേ വരാൻ പാടുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ റൂൾസ് ഫോർ നെയിമിങ് ഐഡൻറ്റിഫയർ? ഐഡൻറ്റിഫയറിന് നെയിം കൊടുക്കാനുള്ള റൂൾസ് 6 റൂൾസ് ആണ് കേട്ടോ. ഏതൊക്കെ 6 റൂൾസ് നോക്കണം? ഫസ്റ്റ് റൂൾ ഇതാ. ഏതാ ഫസ്റ്റ് റൂള്? A2. ഇത് എൻ്റെ ജസീമിൻ്റെ മാത്രം ബ്രാൻഡാണ്. യെസ്, A#2 അല്ലേ? ഇൻറ്റ് ക്യാപിറ്റൽ ഇൻറ്റ് _2. 6 റൂൾസ്. എന്താ? A2 സ്പേസസ് ആർ ഞാൻ ആ റൂളായിട്ട് എഴുതുന്നില്ല കേട്ടോ. സ്പേസസ് ആർ നോട്ട് അലൗഡ്. ഫസ്റ്റ് റൂൾ, സ്പേസസ് ആർ നോട്ട് അലൗഡ്. സ്റ്റാർട്ടിങ് വിത്ത് 2 ആണ്. ഇവിടെ 2 ആണ്. സ്റ്റാർട്ടിങ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്. തേർഡ് വൺ സിമ്പിളാണ്. സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്. ഫോർത്ത് വൺ ഇൻറ്റാണ്, കീവേഡാണ്. കീവേഡ്സ് ആർ നോട്ട് അലൗഡ്. ക്യാപിറ്റൽ ഇൻറ്റാണ്. ക്യാപിറ്റൽ ഇൻറ്റ് അലൗഡ് ആണ്. അപ്പോൾ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഫൈനലി _2 അതും അലൗഡ് ആണ്. റെഡി അല്ലേ? അപ്പോൾ 6 റൂൾസ് ഓക്കെ അല്ലേ? സ്പേസസ് ആർ നോട്ട് അലൗഡ്, സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്, വൈറ്റ് സ്പേസ് അല്ല, സിമ്പിൾസ് ആർ നോട്ട് അലൗഡ്, സ്പേസസ് ആർ നോട്ട് അലൗഡ്, സ്റ്റാർട്ടിംഗ് വിത്ത് ഡിജിറ്റ്സ് ആർ നോട്ട് അലൗഡ്, keywords are not allowed, starting with digits letters are allowed ആണ്. Then capital and lower case are different, and finally underscore treated as letter. So next one, identify the type of letters from the following. Question തന്നത് 9999 ആണ്. ആഹാ, 9 the സാധാ 9, then second one is 9 double quoted 9, and finally 9.0. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻ തന്നാൽ വെറും 9 ദാറ്റ് ഈസ് ഇൻറ്റീജർ. പോയിന്റ് വന്നാൽ 9.0 ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് ലിറ്ററൽ. അപ്പോൾ ഇൻറ്റീജർ ആയി, ഫ്ലോട്ടിംഗ് ആയി. ദെൻ സിംഗിൾ കോട്ട്സ് കണ്ടാൽ ദാറ്റ് ഈസ് ക്യാരക്ടർ. ഡബിൾ കോട്ട് കണ്ടാൽ ഒരു ഡൗട്ടും അടിക്കണ്ട, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രിങ് ലിറ്ററൽ. ഇപ്പോൾ 4 ലിറ്ററൽസ് ആണ്: ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട് ആൻഡ് സ്ട്രിങ്. സിംഗിൾ കോട്ട്സ് ആണോ ക്യാരക്ടർ, ഡബിൾ കോട്ട് ആണോ സ്ട്രിങ്, പിന്നെ സാധാ നമ്പർ ആണോ ഇൻറ്റീജർ, പോയിന്റുള്ള നമ്പർ ആണോ ഫ്ലോട്ട്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പോവാം നെക്സ്റ്റ്. ഐഡൻറ്റിഫൈ വെദർ ദ ഫോളോയിങ് ആർ വാലിഡ് ഐഡൻറ്റിഫയർ ഓർ നോട്ട്. ഇഫ് നോട്ട് ഗിവ് റീസൺ. എന്താടാ? റിത്ത ഇത് അലൗഡ് ആണ്, ഒരു പ്രശ്നമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇടയിൽ സ്പേസ് വന്നിട്ടുണ്ട്, സോ ഇറ്റ് ഈസ് എൻ എറർ. ഇൻറ്റ് കീവേഡാണ്, അത് നോട്ട് അലൗഡ്സ്. മൈ ഫയൽ സ്പേസ് വന്നിട്ടുണ്ട്, നോട്ട് അലൗഡ്സ്. സോ നെക്സ്റ്റ്, റൈറ്റ് എനി 3 എസ്കേപ്പ് സീക്വൻസ്. എന്താ ഈ എസ്കേപ്പ് സീക്വൻസ്? എസ്കേപ്പ് സീക്വൻസ് പറഞ്ഞാൽ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത അക്ഷരത്തിന് പറഞ്ഞ പേരാണ് എസ്കേപ്പ് സീക്വൻസ്. ദാറ്റ് ഈസ് നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ്. എസ്കേപ്പ് സീക്വൻസ് ആർ നോൺ ഗ്രാഫിക് ക്യാരക്ടറാണ് അല്ലേ? നോൺ ഗ്രാഫിക് ക്യാരക്ടർ എന്നാൽ 3 എസ്കേപ്പ് സീക്വൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് /n ഉണ്ട്. /n-ൻ്റെ മീനിങ് ആണ് ന്യൂ ലൈൻ. /a ഉണ്ട്, അലേർട്ട് സിമ്പിളാണ്, ഒരു ബീപ്പ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. /0 ഉണ്ട്, നൾ ക്യാരക്ടറാണ്. /b ഉണ്ട്. /b എന്ന് പറഞ്ഞാൽ ബാക്ക് സ്പേസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ്
അല്ലേ, / കൊണ്ട് തുടങ്ങുന്ന എലമെൻറ്റിനെ പറഞ്ഞ പേരാണ് നൾ ക്യാരക്ടേഴ്സ്. അതോടുകൂടെ ചാപ്റ്റർ 5 വൈൻഡ് അപ്പ് ചെയ്യാണ്. കം ടു ദി ചാപ്റ്റർ നമ്പർ 6. ചാപ്റ്റർ നമ്പർ 6 ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് തിയറി പാർട്ടാണ്. ആണോ? അല്ല, പ്രോഗ്രാമിങ്ങിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങുകയാണ്. യെസ്, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് വൺ വേർഡുകൾ ഉണ്ടാവും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ ഡാറ്റ ടൈപ്സ് ഡസ് നോട്ട് റിക്വയർ എനി മെമ്മറി സ്പേസ്. മെമ്മറിയെ വേണ്ടാത്ത എലമെൻറ്റ്, മെമ്മറി വേണ്ടാത്ത നമുക്ക് ഡാറ്റ ടൈപ്സ് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട എലമെൻ്റ് ആണ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. അങ്ങനെയാണെങ്കിൽ ഡസ് നോട്ട് റിക്വയർ എനി മെമ്മറി, മെമ്മറി തീരെ ആവശ്യമില്ലാത്ത എലമെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് വോയിഡ്. കം ടു സെക്കൻഡ് ഓപ്പറേറ്റർ, ക്വസ്റ്റ്യൻ മാർക്കും കോളനും. എന്താ ക്വസ്റ്റ്യൻ മാർക്കും കോളനും? കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. എന്താടാ? കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. തേർഡ് വൺ, ദ സൈസ് ഓഫ് ഫ്ലോട്ട്. സൈസ് ഓഫ് ഫ്ലോട്ട്, ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്. ഫ്ലോട്ടിൻ്റെ മെമ്മറി 4 byte മെമ്മറിയാണ്. നെക്സ്റ്റ് 7 mod 2. എന്താ? 7 എന്നുള്ള ഇൻറ്റീജറാണ്, 2 എന്നുള്ള ഇൻറ്റീജറാണ്. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ, ദിസ് ഈസ് മോഡ്ലെസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡറാണ്. റിമൈൻഡർ ആകുമ്പോൾ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ഈസ് 1 ആണ്. ഫ്ലോട്ട് ഓഫ് 7/2. 7/2 എന്ത് സംഭവിച്ചാലും 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 3 കിട്ടുള്ളൂ. ഇൻറ്റീജർ ഡിവൈഡ് ബൈ ഇൻറ്റീജർ 3 കിട്ടുള്ളൂ. ആ 3നെ ഫ്ലോട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പം ആൻസർ ഈസ് 3.0. ആൻസർ ഈസ് 3.0. ക്ലിയർ അല്ല? സോ നെക്സ്റ്റ്, ദ മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്സ്. മൾട്ടിപ്പിൾ എന്നുള്ള നോട്ട് ചെയ്ത് വെക്കാം. ഇൻപുട്ടും ഔട്ട്പുട്ടും, അതായത് സി ഇന്നും സി ഔട്ടും. സി ഇൻ എ ബി സി, ഒന്നിൽ കൂടുതൽ, ഒരു ലൈനിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ സച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് കാസ്കാഡിംഗ് ഓപ്പറേറ്റർ. കാസ്കാഡിംഗ് എന്നാണ് പറയാം, കാസ്കാഡിംഗ്. ദ എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പറയാം. അതാണ് ഞാൻ അറിയാതെ തന്നെ ഞാൻ തന്നെ പറഞ്ഞു പോകുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ദ എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഈസ് കോൾഡ്, എന്താടാ പറയാം? സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, സ്റ്റേറ്റ്മെൻറ്റ്. സോ നെക്സ്റ്റ് വൺ ഏതാ? അറേഞ്ച് ദ ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ബേസ്ഡ് ഓൺ ദയർ സൈസ്. മെമ്മറിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യണം. മെമ്മറിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയെന്ന് അറിയേണ്ടത്? ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. എന്താ? ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. അങ്ങനെയാണെങ്കിൽ മെമ്മറി തീരെ വേണ്ടാത്ത ആൾ ആരാ? വോയിഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ? ക്യാരക്ടറാണ്. 1 byte ഉള്ളത് ക്യാറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാള്ളത്? ഇൻറ്റാണ്. ഇൻറ്റ് കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ? ഫ്ലോട്ട് വരുള്ളൂ. ഫ്ലോട്ടിൻ്റെ മുകളിലാണ് ആര് വരിക? ഡബിൾ വരിക. സോ ദ സൈസ് ഈസ് ദ 0, 1, 4, 4 ആൻഡ് ഫൈനലി 8. ക്ലിയർ അല്ല? സെറ്റ് അല്ല? എന്നാൽ പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി ഫോർ എക്സ്പ്രഷൻ ടു ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ എക്സ് ബൈ 1. എക്സിൻ്റെ വാല്യൂ 1 കൂടണം. എക്സിൻ്റെ വാല്യൂ 1 കൂടണമെങ്കിൽ ഒരൊറ്റ ടൈപ്പ് ഉള്ളൂ. ദാ ഫസ്റ്റ് വൺ ഈസ് എക്സ് പ്ലസ് പ്ലസ്. എക്സിൻ്റെ വാല്യൂ 1 കൂടും. ഒന്നുകൂടി കൂടണം. അങ്ങനല്ല, 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പ്ലസ് പ്ലസ് എക്സ്, അപ്പോൾ 2 ആയി. മൂന്നാമത് എക്സിൻ്റെ വാല്യൂ 1 കൂടണം. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സ് ആണെങ്കിൽ വി ക്യാൻ അപ്ലൈ എ ഷോർട്ട് കട്ട് പ്ലസ് ഈക്വൽസ്. പ്ലസ് ഈക്വൽസ് 1. ഇതാണ് 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കം ടു നെക്സ്റ്റ് വൺ. What is the difference between x equals 5 and x double equals 5? എന്താ വ്യത്യാസം? ഒന്നാമത്തത് സിംഗിൾ ഈക്വൽസ് ആണ്. സിംഗിൾ ഈക്വൽസ് ആയതിനാൽ അതിനെ പറയുന്ന പേരാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. എന്നാൽ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷണൽ ഓപ്പറേറ്ററാണ്. അതെന്താ രണ്ട് വ്യത്യാസം എന്താ? ഒന്നിൻ്റെ കറക്റ്റ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എക്സ് ഈക്വൽസ് 5 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 5 ആണ്. അതോടെ തീരുമാനമായി, അത് ഫിക്സാ. എന്നാൽ എക്സിൻ്റെ വാല്യൂ 5, ദ റിലേഷൻ ഓപ്പറേറ്റർ ആണ്. എക്സിൻ്റെ വാല്യൂ 5 ആണോ? ഒന്നാണ്, മറ്റേ ആണോ? ഒരു ചെക്കിങ് ആണ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യും. ഇത് അസൈൻ വാല്യൂ ആണ്. അസൈൻ ദ വാല്യൂ 5 അല്ലേ? അസൈൻ ദ വാല്യൂ 5 into the വേരിയബിൾ എക്സിലേക്ക്. എക്സിലേക്ക് വാല്യൂ അസൈൻ ചെയ്യലാണ്. മറ്റേതെന്താ? ഈ ചെക്ക്
whether the variable contain, check whether the variable x contain 5 or not. 5 ഉണ്ടോ ഇല്ല എന്നുള്ള ചെക്ക് ചെയ്യൽ മാത്രമാണ് ആരുടെ ടാസ്ക്? ഡബിൾ ഈക്വൽ ടുവിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഈക്വൽസ് ആണ്. സെറ്റല്ലേ? സോ നെക്സ്റ്റ് വൺ, റൈറ്റ് എ C++ എക്സാമ്പിൾ ഫോർ ദ ഫോളോയിങ്. എന്ത് എക്സാമ്പിൾ എഴുതണ്ടേ? എന്താ പിടിച്ചോ? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു എക്സാമ്പിൾ എഴുതാനാണ് ചോദിച്ചത്. ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യൽ. ഇതാ അതിൻ്റെ സിൻറ്റാക്സ് അല്ല, എക്സാമ്പിളാണ് ചോദിച്ചത്. സോ ഇൻറ്റ് എക്സ്, ദിസ് ഈസ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ രണ്ടാമത് ചോദ്യം അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അസൈൻ ചെയ്യാന്നാൽ ഈക്വൽസ് ആണ്, ഈക്വൽ 64, അങ്ങനെ എന്തെങ്കിലും എഴുതാം. തേർഡ് വൺ ഈസ് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ടൈപ്പ് കാസ്റ്റിംഗ് ബെസ്റ്റ് വൺ. പല പല എക്സാമ്പിൾ എഴുതാം. നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുക. m ഈസ് ഈക്വൽ ടു 7/2. ഇതൊരു കാസ്റ്റിംഗ് ആണ്. ഈ കാസ്റ്റിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടേമാണ് ഇംപ്ലിസിറ്റ് കാസ്റ്റിംഗ് എന്ന് പറയും, ഇംപ്ലിസിറ്റ് കൺവേർഷൻസ്. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, m ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് എന്ന് കൊടുക്കാം, ഫ്ലോട്ട് ഓഫ് 7/2. ഇതായിരിക്കും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ആണ് കൊടുക്കാൻ പറ്റുന്ന എക്സാമ്പിൾ കേട്ടോ. Briefly explain the 3 components, the structure of C++ program. C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഇതാണ് ചോദിച്ചത്. C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ 3 elements. First line is hash include IOStream. Hash include IOStream. Second line is using namespace std. Third line is int main. എന്നിട്ട് എഴുതേണ്ട എല്ലാ പ്രോഗ്രാംസും ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാം. അവസാനത്തിൽ റിട്ടേൺ 0. ടാസ്ക് ഈസ് ഓവർ. ഇതാണ് സ്ട്രക്ചർ ഓഫ് C++. കം ടു ദ ലിസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഡാറ്റ ടൈപ്പിൻ്റെ മോഡിഫയേഴ്സ് ഉള്ള ഡാറ്റ ടൈപ്പ് ഏതാ? ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്പ്സ്, ഷോർട്ട്, ലോങ്, സൈൻഡ് അല്ല. ഡാറ്റ ടൈപ്പ്സ് ഏതാ? ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ വോയിഡ്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ് ഏതാ? എല്ലാ ഡാറ്റ ടൈപ്പിനെ മോഡിഫൈ ചെയ്യുന്ന മക്കൾ, ഒന്ന് മെമ്മറി റെഡ്യൂസ് ചെയ്യാൻ ഷോർട്ട്, മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ ലോങ്, പോസിറ്റീവ് നെഗറ്റീവ് നമ്പർ വരണമെങ്കിൽ സൈനഡ്, ആൻഡ് ഫൈനലി പോസിറ്റീവ് നമ്പർ മാത്രം മതിയെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അൺസൈനഡ്. ഷോർട്ട്, ലോങ്, സൈനഡ്, അൺസൈനഡ്. ടാസ്ക് ഈസ് ഓവർ. സെറ്റ് അല്ലേ? Predict the value of x and y in the following statements. If x equal to 10, also justify your answer. First one ഏതാ? y is equal to plus x ആണ്. പ്ലസ് എക്സ് അറിയുമ്പം ആദ്യം കാണുന്നത് പ്ലസ് ആണ്. അതിന് മീനിങ് ആണ് ചേഞ്ച് ചെയ്യും, ചേഞ്ച്. ദെൻ യൂസ്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്തിൻ്റെ വാല്യൂ കാണാനാണ് ചോദിച്ച്? എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കാണണം. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ എക്സ് എന്നുള്ള ഒരു ബോക്സ് വരയ്ക്കാം, അല്ലേ? വൈ എന്നുള്ള ബോക്സ് വരയ്ക്കാം. എക്സിൻ്റെ വാല്യൂ, വൈൻ്റെ വാല്യൂ. ആദ്യം എക്സിൻ്റെ വാല്യൂ 10 ആണ്. എക്സിൻ്റെ വാല്യൂ 10 ആണ്. ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുക? അങ്ങനെ പോയി ആദ്യം പ്ലസ് കാണുക. പ്ലസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യും. 10 മാഞ്ഞ് 11 ആയി. ദെൻ യൂസ് പറയുമ്പം എക്സിൻ്റെ വാല്യൂ വൈയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ വൈൻ്റെ വാല്യൂ 11. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അറിയാത്തവർ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ ചോദിക്കട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് 2 ലൈവ് സെക്ഷനായിട്ട് നമ്മുടെ +2, +1 കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ കവർ ചെയ്യും. 9 ചാപ്റ്റേഴ്സുള്ള പോരാട്ടത്തിൽ നമ്മൾ നല്ല രീതിയിൽ ആദ്യം തിയറി സെക്ഷൻ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ പാർട്ടിൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും കേട്ടോ. യെസ്, കൂടെയുണ്ട് എജുപോർട്സ്. നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിന്നോ, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? y ഈസ് ഈക്വൽ ടു x++. എന്താ y ഈക്വൽ ടു x++? എന്നാ പിടിച്ചോ, എക്സ് വാല വൈ വാല, എക്സും വൈയും. എക്സിൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാം, ആദ്യം 10 ആണ്. അപ്പോൾ 10. അപ്പോൾ ആദ്യം തന്നെ ഈ എക്സിമലെത്തും. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താ? യൂസ് ചെയ്യുക, ദെൻ ചേഞ്ച്. അപ്പോൾ ആദ്യം എക്സിൻ്റെ വാല്യൂ വൈയിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അതാ 10 ആണ്. ആ 10 വൈയിലേക്ക് പാസ് ചെയ്യുമ്പോൾ വൈൻ്റെ വാല്യൂ 10 ആയി. ദെൻ ചേഞ്ച്. അപ്പോൾ ദെൻ ചേഞ്ച് അറിയുമ്പം എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും, 11 ആവും. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. റെഡി? അപ്പോൾ എക്സിനെ സംബന്ധിച്ചോളം യാതൊരു ഡിഫറൻസും ഇല്ല, പക്ഷെ കൂടെയുള്ള ആളെ ഡിഫറൻ്റ് ഉണ്ടാവും. അതാണ് യൂസ് ദെൻ ചേഞ്ചും ചേഞ്ച് ദെൻ യൂസും. അത് തന്നെയാണ് പ്രീ ഇൻക്രിമെൻറ്റും പോസ്റ്റ് ഇൻക്രിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെയാണ് I++ഉം ++Iയും തമ്മിലുള്ള വ്യത്യാസം. യെസ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കമൻറ്റ്സ് ഇൻ C++. C++ൻ്റെ കമൻറ്റ്സ് 2 ടൈപ്പ് കമൻറ്റാണ്.
രണ്ട് ടൈപ്പ് കമൻറ്റാണ്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ ലൈൻ കമൻറ്റ്. സിംഗിൾ ലൈൻ കമൻറ്റ് പറഞ്ഞാൽ ഒരൊറ്റ ലൈൻ, ഇത് അത്രേ ഉള്ളൂ. ഇതാണ് സിംഗിൾ ലൈൻ കമൻറ്റ്. എന്താണ് കമൻറ്റ്? കമൻറ്റ്സ് ആർ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യാത്ത സാധനത്തിനെ പറഞ്ഞ പേരാണ് കമൻറ്റ്സ്. നോൺ എക്സിക്യൂട്ടബിൾ പാർട്ട് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് കമൻറ്റ്സ്. സിംഗിൾ ലൈൻ കമൻ്റ് ആണ്. എന്നാൽ ലാസ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ ലൈൻ കമൻ്റ് ആണ്. മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റ്, ഒരുപാട് ലൈൻസ് എഴുതണമെങ്കിൽ, ഒരു ലൈനല്ല ഒരുപാട് ലൈൻസ് ഉണ്ടെങ്കിൽ സ്ലാഷ് സ്റ്റാർ എഴുതേണ്ടതൊക്കെ എഴുതാം, അവസാനത്തിൽ സ്റ്റാർ ഇടാം, സ്ലാഷ്, ദാറ്റ്സ് ഓൾ. ഓക്കെ മക്കളെ, സെറ്റല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പോൾ അടിപൊളിയായിട്ട് വീഡിയോ കണ്ടതിൻ്റെ ശേഷം നിങ്ങൾ കമൻറ്റ് പറയട്ടാ. എന്തായാലും യെസ് മക്കളെ, ഇനി നമ്മുടെ എക്സാമിൻ്റെ പോരാട്ടത്തിൽ നമുക്ക് പൊളിച്ചടക്കണം. സെറ്റാക്കൂലേ? യെസ്, താങ്ക് യു.